അന്ത്യകാലത്ത് അനേകം ജനതകൾ ഇസ്രായേലിനെതിരെ പോരാടാൻ ഒത്തുചേരുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ഇത് വെറുമൊരു രാഷ്ട്രീയ യുദ്ധമല്ല, മറിച്ച് ദൈവജനത്തിനെതിരെയുള്ള ഒരു ആത്മീയ യുദ്ധമാണ്. സെഖര്യാവ് 14:2 യെരൂശലേമിനെതിരെ പോരാടാൻ എല്ലാ ജനതകളെയും കൂട്ടിച്ചേർക്കുമെന്ന് ദൈവം പറയുന്നു. നഗരം വലിയ കഷ്ടപ്പാടുകൾ നേരിടേണ്ടിവരും, പക്ഷേ ദൈവം തന്റെ ജനത്തെ നശിപ്പിക്കാൻ അനുവദിക്കില്ല. സെഖര്യാവ് 14:3 ദൈവം തന്നെ വന്ന് ഇസ്രായേലിനുവേണ്ടി പോരാടുമെന്ന് പറയുന്നു. ഇത് ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന മിശിഹായായി യേശുവിന്റെ തിരിച്ചുവരവിലേക്ക് വിരൽ ചൂണ്ടുന്നു. യെഹെസ്കേൽ 38:39 മാഗോഗ് ദേശത്തുനിന്നുള്ള ഗോഗ് എന്ന നേതാവിനെക്കുറിച്ച് സംസാരിക്കുന്നു. അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ നിരവധി ജനതകളെ കൊണ്ടുവരുന്നു. എന്നാൽ ശത്രുസൈന്യങ്ങളെ നശിപ്പിക്കാൻ ദൈവം ഭൂകമ്പവും ആശയക്കുഴപ്പവും തീയും ഉണ്ടാക്കുന്നു. താൻ ജീവനുള്ള സത്യദൈവമാണെന്ന് ലോകത്തെ കാണിക്കാനാണ് അവൻ ഇത് ചെയ്യുന്നത്. വെളിപ്പാട് 16 അർമഗെദ്ദോൻ എന്ന സ്ഥലത്ത് യുദ്ധം ചെയ്യാൻ ദുഷ്ടാത്മാക്കൾ രാജാക്കന്മാരെയും സൈന്യങ്ങളെയും കൂട്ടിച്ചേർക്കുന്നു. യേശു മടങ്ങിവരുന്നതിനു മുമ്പുള്ള അവസാന യുദ്ധമാണിത്. ഇസ്രായേൽ നിരവധി ശത്രുക്കളെ നേരിടേണ്ടിവരുമെങ്കിലും ദൈവം തന്റെ ജനത്തെ സംരക്ഷിക്കുമെന്നും അവർക്കെതിരെ വരുന്ന എല്ലാവരെയും പരാജയപ്പെടുത്തുമെന്നും ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു. ഒടുവിൽ യേശു രാജാവായി ഭരിക്കും, സമാധാനം വരും.